ഇന്ന് നമ്മൾ ഇതേ നോക്കിയാൽ ഒരു വെറൈറ്റി വഴുതിനിങ്ങനെ കാണിക്കുന്നത് കണ്ടാ. ഇത് തക്കാളി വഴുതിനിങ്ങാന്നാണ് പറയാ. ഇത് നോക്കിയേ, ഇതേ മതിയാണ് ഇത് വരുന്നത് കേട്ടോ. ഇതേ ഇനി അതിൻ്റെ പൂവ് നോക്കിയേ. ഇതേ ഇതിൻ്റെ പൂവ് ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഉണ്ടായി വരുന്നത്. ഇങ്ങനെയാണ് ഇതേ ഇതിൻ്റെ മേരിയുണ്ട് കണ്ടാ. ഇനി ഇത് നോക്കിയേ, ഇതേമാതിരിയായിട്ട് കായകളായിട്ട് വരുന്നത്. ഈ വഴുതനങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരി മൂക്കണതിന് മുമ്പ്, അതായത് കൂടുതൽ മൂക്കണ്ട, അതിന് മുന്നേ നമ്മൾ പൊട്ടിച്ചും കാഞ്ഞിട്ട് കറി വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് ഇത് കണ്ടാ. ഈ വഴുതനയ്ക്ക് കേടുപാടുകളൊന്നും എനിക്ക് കൂടുതൽ വന്നിട്ടില്ല കേട്ടോ. ആകെ കൂടി വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ആകെ കൂടി വരുന്നത് ഈ എല്ലാം ഇങ്ങനെ ചുരുണ്ട് വരുന്നുണ്ടെങ്കിൽ കണ്ടില്ല, നമ്മളെടുത്ത് നോക്കുക. ഇതിപ്പോൾ ഇതിന്മേൽ പുഴുണ്ടാവില്ല, ഇങ്ങനെ പുഴുണ്ടാവും. ആ പുഴുണ്ടെങ്കിൽ തന്നെ നമ്മൾ പതുക്കൻ ഇതാണ് നുണ്ണിക്കളഞ്ഞാൽ. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. മറ്റുള്ള കേടുകളൊന്നും ഇതിന് വന്നിട്ടില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ. ഇതിൻ്റെ ഇല കണ്ട മറ്റുള്ള വഴുതിനേക്കാളും വലുപ്പം കൂടുതലാണ്, വ്യത്യാസമുണ്ട് ആകൃതിയിലും കണ്ട. ഒക്കെ പൂക്കൾ നന്നായിട്ട് കായകളുണ്ടാവണം കാണാം. അപ്പോൾ ഈ വഴുതിനയ്ക്ക് ഞാൻ ചാണകം മാത്രമാണ് വളം ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ചൂടുകാലം ആയതിൻ്റെ പേരിൽ ഒരു നേരം ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ.